ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് 2 പ്രഡിക്ഷൻസ് വന്നിരുന്നു. ഒന്ന് ജോക്കിൻ ക്ലെമൻ്റേത്. അദ്ദേഹം പറഞ്ഞത് നെതർലൻഡ്സ് കപ്പെടുക്കുമെന്നാണ്. പിന്നെ വന്നത് EA സ്പോർട്സിൻ്റേത്. അവർ പറഞ്ഞത് സ്പെയിൻ കപ്പെടുക്കുമെന്നാണ്. രണ്ടുപേരും ഇതുവരെ തെറ്റിച്ചിട്ടില്ല. ഈ സ്പെയിനിൻ്റെ കേസ് പറയുമ്പോൾ സ്പെയിൻ ഇന്നലെ ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർഡയുടെ കൂടെ സമനില വഴങ്ങി. അപ്പോൾ ഈ സ്പെയിനിൻ്റെ മാച്ചിലേക്ക് വരുമ്പോൾ റിനൂപ് സാർ, ഈ മാച്ച് ആദ്യമായിട്ടാണ് കേപ്പ് വെർഡെ വേൾഡ് കപ്പ് കളിക്കുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവർ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് കളിച്ചത്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു മാച്ചിനെ എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത്? എല്ലാവരും പറയുന്നത് സ്പെയിനെ നിരാശപ്പെടുത്തിയെന്നാണ്. ഞാൻ കാണുന്നത് ആക്ച്വലി സ്പെയിൻ നിരാശപ്പെടുത്തിയതിനേക്കാളും കൂടുതൽ ആ ക്യാപ് വെർഡയുടെ ആ ഒരു പാഷനും ഡിസിപ്ലിനും ഒരു ടെക്സ്റ്റ് ബുക്ക് പെർഫോമൻസാണ് ക്യാപ് വെർഡെ എന്നല്ല കാണിച്ചത്. നമുക്കറിയാം, അവർ നമ്മളൊക്കെ ആദ്യമായിട്ടായിരിക്കും ക്യാപ് വെർഡെ എന്നുള്ള, ചിലപ്പോൾ രാജ്യത്തിനെ പറ്റി കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും അവരുടെ കളി കാണുന്നത്. ഒരു എന്താ പറയുക, മേജർ ക്ലബ്ബിൽ നിന്നും കളിക്കുന്ന പ്ലെയേഴ്സൊന്നും ഇല്ലാത്തൊരു ടീമാണ്. പക്ഷേ എന്നാൽ കൂടി അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട്, അതായത് ഒരു അണ്ടർഡോഗ് ടീം, ഒരു ടൂർണമെൻറ്റ് ഫേവറേറ്റ്സിനെതിരെ എങ്ങനെ കളിക്കണം എന്നുള്ളതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് പെർഫോമൻസാണ് ഇന്നലെ കേപ്പ് വെർഡെ കാണിച്ചത്. നമുക്കറിയാം, ടാക്ടിക്സ് സിമ്പിളാണ്. ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുക, കൗണ്ടർ അറ്റാക്കിന് ചാൻസ് കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, ഓപ്പോസിറ്റ് ടീമിനെ മാക്സിമം അവരുടെ ഏരിയയിൽ, അതായത് ഫൈനൽ തേർഡിലേക്ക് ബോൾ വരാത്ത രീതിയിൽ അവരെ കൊണ്ട് സൈഡ് വേസ് പാസ് ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു ടാക്ടിക്സാണ് അവർ ഫോളോ ചെയ്തത്. പക്ഷെ അതിലവർ നല്ല രീതിയിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. പൊസഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിന് ഒരുപാട് പൊസഷനും XG ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിൻ ഒരുപാട് മുന്നിലാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി സ്റ്റാറ്റ്സ് അല്ലല്ലോ, നമ്മളെ റിസൾട്ട്സ് ദാറ്റ് മാറ്റേഴ്സ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വളരെ നല്ല പെർഫോമൻസ്. അതെന്ന് വെച്ചാൽ ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. നമ്മളിപ്പം ഈ പറയുന്ന പോലെ ഈ ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ബ്ലോക്ക്, പാർക്ക് ദ ബസ് എന്നൊക്കെ പറയുന്നത്, നമ്മളിപ്പം പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഒരു 90 മിനിറ്റ് ആ ഒരു സാധനം മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു ഡിസിപ്ലിൻ, കോൺസെൻട്രേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരു ടീം, ഒരു വലിയൊരു സ്റ്റേജിൽ ഒരു വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ടീം വന്നിട്ട് ഇത്രയും നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അത് ദേ ഡിസേർവ് ക്രെഡിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത്രയും ഡിഫെൻഡ് ചെയ്തിട്ടും അവർ ഒറ്റ ഫൗളാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലീൻ ആയിരുന്നു. എപ്പോഴും ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സമയത്ത് നമ്മൾ ഡേഞ്ചർ ഏരിയയിൽ ഫൗൾ കമ്മിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പെനാൽറ്റി അല്ലെങ്കിൽ ഒരു ബോക്സിനടുത്തുള്ള ഒരു ഫ്രീ കിക്ക്, അങ്ങനെയുള്ളതിലൊക്കെയാണ് യൂഷ്വലി ഗോൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മളിപ്പം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, ആസനിലൊരു ഗോൾ സ്കോർ ചെയ്തു, നല്ല ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യായിരുന്നു. അതിനിടയിലാണ് ഒരു പെനാൽറ്റി വന്നിട്ട് കളി മൊത്തം മാറുന്നത്. അതെപ്പോഴും ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമിന് എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതൊന്നും ഇല്ലാതെ വളരെ ക്ലീനായിട്ട് 90 മിനിറ്റും അവർ സ്പെയിൻ, അതായത് ഈ ടൂർണമെൻറ്റിലൊരു വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആയിട്ടുള്ള സ്പെയിനെ പിടിച്ചു നിർത്തിയത് വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് അവരുടെ ഗോൾ കീപ്പറുടെ പെർഫോമൻസ്. ഒസീഞ്ഞ 40-year-old, നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ആളുടെ കളി കാണുന്നത്, പക്ഷേ എല്ലാവരെയും ഫാനാക്കി കളഞ്ഞു. പോർച്ചുഗീസ് സെക്കൻഡ് ഡിവിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത് തന്നെ, നമുക്ക് യൂറോപ്യൻ ടോപ്പ് ഡിവിഷനിലൊന്നുമല്ല. എന്നിട്ടും ആ ഒരു പെർഫോമൻസ്, അതും സ്പെയിൻ പോലൊരു ടീമിൻ്റെ അവരുടെ ഫയർ പവർ നമുക്കറിയാം. അതിനെതിരെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ്. അതെ ഫസി, അപ്പോൾ നമ്മൾ കേപ്പ് വെർഡയുടെ കാര്യം പറഞ്ഞു. സ്പെയിനിൻ്റെ ആദ്യ 11 ഇറങ്ങിയപ്പോൾ അതിൽ 2 പ്രധാന പേരുകളുണ്ടായിരുന്നില്ല. എല്ലാവരും ഉറ്റുനോക്കിയ 2 പ്രധാന പേരുകൾ ലമീൻ യമാലും നിക്കോ വില്യംസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ വിചാരിച്ചു കേപ്പ് വെർഡെ അല്ലേ, റെസ്റ്റ് കൊടുത്തായിരിക്കും. പക്ഷേ കേപ്പ് വെർഡെ ഞെട്ടിച്ചു. പിന്നെ യമാലും നിക്കോ വില്യംസും ഇറങ്ങി വന്നിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ അത് ലെഫ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയ ആ ഒരു ഫസ്റ്റ് 11 അവരെ ഇറക്കാമായിരുന്നോ? അതായത് നമുക്കറിയാം, ഈ 2 പ്ലേയേഴ്സിൽ ആദ്യം നിക്കോ വില്യംസിൻ്റെ കാര്യം പറയാം. നിക്കോ വില്യംസ് വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളത് ഫസ്റ്റ് ഒരു സംശയമുള്ള കാര്യമായിരുന്നു. കാരണം ഓൾറെഡി ആൾ ഒരു വലിയ ഇഞ്ചുറി കഴിഞ്ഞ് ഒരു റിക്കവറി സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് ആൾക്ക് കോൾ ചെയ്യുന്നത്. കാരണം ഈ റിക്കവർ ചെയ്ത് ടീമിൽ എത്തിയാലും ആൾക്ക് കളിക്കാനുള്ള അവസരം ഉണ്ടാവും, അല്ലെങ്കിൽ സമയമുണ്ട്, റിക്കവർ ആനുള്ള സമയമുണ്ട് എന്നുള്ളൊരു വ്യക്തമായ ധാരണയിലാണ് പരിശീലകൻ ആളെ ടീമിലേക്ക് എടുക്കുന്നത്. യമാലിൻ്റെ സാഹചര്യം അത്, യമാലിൽ നേരിയ പരിക്കാണ്. വില്യംസിനെ കമ്പയർ ചെയ്യുമ്പോൾ നേരിയ പരിക്കായിരുന്നു, ആളും റിക്കവറായി തിരിച്ചെത്തുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് മാച്ചിൽ ഈ പ്ലേയേഴ്സിനെ റെസ്റ്റ് ചെയ്യുമെന്നുള്ളത് ഒരു 90% കൺഫേംഡ് ആയിരുന്നു. കാരണം പറയാം, കാബോ വെർഡെ എന്ന് പറയുന്നത് 57th ആണ് വേൾഡ് റാങ്കിങ്ങിൽ ഇരിക്കുന്നത്. അതായത് ഒരു 55 റാങ്കിങ് വ്യത്യാസമുള്ളൊരു ടീമിനെതിരെ തങ്ങളുടെ സ്റ്റാർ പ്ലേയേഴ്സിനെ ഇറക്കുക എന്നുള്ളത്, അതും വെരി ഫസ്റ്റ് മാച്ചാണ്, ഡിസിസീവ് ഒരു മാച്ച് പോലും അല്ല, ഒരു സ്റ്റാർട്ടിങ് മാച്ചിൽ ഇറക്കുക എന്നുള്ളത് സാധാരണ ഫുട്ബോളിൽ കാണുന്നൊരു ശീലമാണ്, മാറ്റി നിർത്തുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു രീതി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതിന് പകരം ഇറക്കിയ പ്ലേയേഴ്സ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രതീക്ഷിച്ച സാധനം ഡെലിവർ ചെയ്തില്ല എന്നുള്ളതാണ് യമാലൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങേണ്ടി വരുന്നതിന് കാരണം. ഇപ്പം യമാലിനും നിക്കോ വില്യംസിന് പകരം കളിപ്പിച്ചത് ഒന്ന് ഫെറാൻ ടോറസിനെയാണ്, മറ്റൊന്ന് ഗാവിയാണ്.
ഈ 2 താരങ്ങളും നമുക്കറിയാം, ഗാവി ഒരു ലോങ് ഇഞ്ചുറി കഴിഞ്ഞ് ക്ലബ്ബിൽ ഒരു കംബാക്ക് സ്റ്റേജിലാണ്, നാഷണൽ ടീമിലേക്ക് ഒരു കംബാക്ക് സ്റ്റേജിലാണ്. അപ്പോൾ ആളുടെ ഒരു ടച്ചിലേക്ക് വീണ്ടും ആ ഒരു പഴയ ഒരു ഗാവിയിലേക്ക് ഒരു തിരിച്ചു വരുന്നേ ഉള്ളൂ. ഒരു സ്ലോലി ബിൽഡ് ചെയ്ത്, കാരണം ഒരു ACL ടീറൊക്കെ കഴിഞ്ഞ് വരുന്ന, അല്ലെങ്കിൽ ഒരു സീരിയസ് ഇഞ്ചുറി കഴിഞ്ഞ് വരുന്ന പ്ലെയർ എടുക്കുന്നൊരു ടൈമുണ്ട്. ആ ടൈം ആൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആൾക്കൊരു എക്സ്പീരിയൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല. വീണ്ടും ഒരു ഫ്രം ദ സീറോ സ്റ്റാർട്ട് ചെയ്യാണ് ഗാവി. അപ്പോൾ ഗാവിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്ത സാധനം ഡെലിവർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഫെറാൻ ടോറസ് 1-2 ക്രോസുകൾ അറ്റംപ്റ്റ് ചെയ്തു, 1-2 ചാൻസസ് അറ്റംപ്റ്റ് ചെയ്തു എന്നതിലപ്പുറത്തേക്ക് ഫെറാൻ ടോറസ് എന്നുള്ള താരത്തിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നമുക്ക് പലപ്പോഴും സ്പെയിൻ എന്ന ടീമിൽ 2 വിങ്ങിൽ നമുക്ക് കാണാറുള്ളത് നിക്കോ വില്യംസും യമാലും നടത്തുന്ന ഇൻഡിവിജ്വൽ കുറേ റണ്ണുകളുണ്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി അവർ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് ഉണ്ട്. മിഡ്ഫീൽഡേഴ്സ് കൊടുക്കുന്ന ഒരു 50% സാധ്യത ഉള്ള ചാൻസിനെ ഒരു 90% ഒരു ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഈ വിങ്ങർമാരുടെ ഒരു ബ്രില്യൻസ് ആയിരുന്നു. അത് ഈ ഒരു മത്സരത്തിൽ ലാക്ക് ചെയ്തു. 11ന്റെ കാര്യത്തിൽ കോച്ചിന് തെറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാൽ കൂടി അവർക്ക് പകരം ചൂസ് ചെയ്ത പ്ലെയേഴ്സ് അവരോളം, അല്ലെങ്കിൽ ആ പ്ലെയേഴ്സിൻ്റെ നിന്ന് പ്രതീക്ഷിച്ച സാധനം ഡെലിവർ ചെയ്തിട്ടില്ല. അതാണ് സ്പെയിൻ ബേസിക്കലി ഈ ഒരു മത്സരത്തിൽ ഒരു വിനയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഈ കേപ്പ് വെർഡയുടെ കാര്യം പറയുമ്പോൾ ഈ ഫസ്റ്റ് മാച്ചിൽ തന്നെ സ്പെയിനിൻ്റെ ഒരു വൾണറബിലിറ്റി കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ലോ ബ്ലോക്ക് അല്ലെങ്കിൽ അങ്ങനെ കോമ്പാക്റ്റായിട്ട് ഡിസിപ്ലിനായിട്ട് ഡിഫെൻഡ് ചെയ്താൽ സ്പെയിനിൻ്റെ അറ്റാക്കിനെ വേണമെങ്കിൽ നമുക്ക് തകർക്കാം എന്നുള്ളൊരു സംഭവം കണ്ടു. അപ്പോൾ ഇനിയുള്ള മാച്ചുകളിൽ സ്പെയിൻ അതൊരു വെല്ലുവിളിയാവില്ലേ? നമ്മുടെ സ്പെയിൻ്റെ പെർഫോമൻസ് ലൈക്ക് നമ്മുടെ ലാസ്റ്റ് യൂറോ വിന്നേഴ്സാണ്. അതിലൊക്കെ സ്പെയിൻ്റെ പെർഫോമൻസിന് ഏറ്റവും എൻഹാൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വിങ്ങിലൂടെയുള്ള അറ്റാക്കാണ്. ഒന്ന് ഒരു സൈഡിൽ ലാമിൻ യമാലും മറ്റേ സൈഡിൽ നിക്കോ വില്യംസും. അൺഫോർച്ചുനേറ്റ്ലി രണ്ടുപേരും ഇന്നലെ കളിച്ചെങ്കിൽ കൂടി മാച്ച് ഫിറ്റായിരുന്നില്ല. ഫസ്റ്റ് കളിയിൽ ഇറക്കാനുള്ളൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീംസിനെ നമുക്ക് ഒരു അൺലോക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു എക്സ് ഫാക്ടർ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 പ്ലെയേഴ്സ് ആണ് യമാലും നിക്കോ വില്യംസും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ രണ്ടുപേരും ഇന്നലെ അവൈലബിൾ അല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു മാച്ച് ഫിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറിയാം, ഇന്നലെ ലാസ്റ്റ് 20 മിനിറ്റ്സ് യമാൽ കളിച്ചിരുന്നു. യമാൽ വന്നതിന് ശേഷം കളിയിലുണ്ടായ മാറ്റം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ ഉള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ ലോ ബ്ലോക്ക് ടീംസിനെ ഒന്ന് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ആ ഒരു ഫിറ്റ്നസ്, ഫുൾ മാച്ച് ഫിറ്റ്നസ് ഒക്കെ വീണ്ടും എടുത്തിട്ട് പ്ലേയേഴ്സ് യമാലും വില്യംസൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരു സ്പെയിനിൻ്റെ ഒരു സ്ക്വാഡിലുള്ള ഒരു ഡെഫിഷ്യൻസി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ സ്പെയിന് വേൾഡ് കപ്പും യൂറോ കപ്പൊക്കെ അടിച്ചപ്പോൾ നമുക്കറിയാം ഫെർണാണ്ടോ ടോറസും ഡേവിഡ് വിയ അങ്ങനെയുള്ള ഫോർവേഡ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് സ്പെയിന് ഇൻ്റർനാഷണൽ ടൈറ്റിൽസ് ഒക്കെ അടിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വരുമ്പോഴേക്കും മുമ്പ് മൊറാട്ടയായിരുന്നു, ഇപ്പോൾ ഒറിസബാലാണ്. അപ്പോൾ അവരൊന്നും ഒരു കളിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ എന്നാലും ഒരു വേൾഡ് ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു മൊത്തം സ്ക്വാഡിൻ്റെ ഒരു ലെവൽ നോക്കുമ്പോൾ അതിനെ ഒരു കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സ്ട്രൈക്കേഴ്സ് അല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതും ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ സ്പെയിന് എന്താ പറയുക, അവരെ കേപ്പ് ഐഡിയ എന്ന് പറയുന്നത് മാക്സിമം അവർ ഫൈനൽ തേർഡിലേക്ക് കയറ്റാതിരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള എഫേർട്ട് സ്പെയിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. യൂഷ്വലി ഒരു ലൈൻ ബ്രേക്കിംഗ് പാസസോ അല്ലെങ്കിൽ അവർ സൈഡ് വേസ് കൂടുതൽ പാസ് ചെയ്ത് പൊസിഷൻ കീപ്പ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ആണ് കൂടുതലും ഫോളോ ചെയ്തത്. ഈ പറഞ്ഞ പോലെയുള്ള പ്ലെയേഴ്സ് വരുമ്പോൾ വെർട്ടിക്കൽ പെനിട്രേഷൻ കൂട്ടാൻ പറ്റുന്ന പ്ലെയേഴ്സ് യമാൽ, നിക്കോ വില്യംസ് അതുപോലെയുള്ള പ്ലെയേഴ്സ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ചേഞ്ച് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഫസ്റ്റത്തെ കളിയാണ്, നമുക്കറിയാം ഫസ്റ്റത്തെ ഗെയിം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റത്തെ ഗെയിം നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്ന് പറയുന്നതുകൊണ്ട് ആ ടീം മോശമാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന തോറ്റിട്ടുണ്ട്. 2010 സ്പെയിൻ തന്നെ വേൾഡ് കപ്പ് അടിച്ചപ്പോൾ ഫസ്റ്റ് മാച്ച് തോറ്റിട്ടുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ ബ്രസീൽ ഫസ്റ്റ് ഗെയിം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു ഈ ടീമുകളൊക്കെ വരുന്ന ഒരു എക്സോസ്റ്റിംഗ് ക്ലബ് സീസൺ കഴിഞ്ഞിട്ടാണ് ഈ ടീമുകളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷീണം ഉണ്ടാവും. ബാക്കി ടീംമേറ്റ്സുമായിട്ട് ഒന്ന് സിങ്ക് ആയിട്ട് വരണം, ടാക്ടിക്സ് അഡോപ്റ്റ് ചെയ്ത് വരണം. അപ്പോൾ അതിനൊക്കെ കുറച്ച് സമയമെടുക്കും. ടൂർണമെൻറ്റ് മുന്നോട്ട് പോകും തോറും ടീമുകൾ യൂഷ്വലി ഇമ്പ്രൂവ് ചെയ്യുക. അതായത് നമ്മുടെ ഡെഫിഷ്യൻസി മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളതനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടീമുകളാണ് ഇതുപോലെയുള്ള വേൾഡ് കപ്പ് പോലെയുള്ള നോക്കൗട്ട് ടൂർണമെൻറ്റ്സിൽ മുന്നോട്ട് പോകുന്നതോറും റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ കളി മോശമായി എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ വേണ്ടത്ര ഒരു പെർഫോമൻസ് വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് സ്പെയിൻ്റെ ചാൻസ് നമ്മൾ ഒരിക്കലും കുറയാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിലുള്ള പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഡെഫിഷ്യൻസി ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. സാറ് ഈ സ്ട്രൈക്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ആ ഒരു പൊസിഷനിൽ ഇറങ്ങിയത് ഒയർസബാലാണ്. അദ്ദേഹം ആ ഒരു സ്റ്റാറ്റ് ഉണ്ട്, 30 മിനിറ്റ് വരെ അദ്ദേഹം ഒരു ടച്ച് പോലും എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഒയർസബാലിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് ഈ ലമിൻ യമാൽ ആൻഡ് നിക്കോ വില്യംസ് വന്നാലാണോ ആ ഒരു ഇന്നലെ കൊടുത്ത പാർട്ട്നേഴ്സ്, ഇന്നലെ ആ ഒരു അറ്റാക്കിൽ കൊടുത്ത പാർട്ട്നേഴ്സ് അത്ര പോരാഞ്ഞിട്ടാണോ? ഒയർസബാലിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് നമുക്കറിയാം മുമ്പൊക്കെ സ്പെയിൻ നമ്മൾ ഈ 2008 മുതൽ 12 വരെ ആ ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ നമുക്കറിയാം വിയ, ടോറസ് പോലത്തെ ലെജൻഡറി സ്ട്രൈക്കേഴ്സ് ഉണ്ടായിരുന്നു.
അവർക്ക് പിന്നിൽ നിന്ന് ബോൾ കൊടുത്തിരുന്നത് ആരാന്ന് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. Yes. അതായത് ഇനിയസ്റ്റ, സാവി പോലത്തെ പ്ലേയേഴ്സ്, അതുപോലെ ഡേവിഡ് സിൽവ, ഫാബ്രിക്കാസ്, സാബി അലോൺസോ, അങ്ങനെ ഒരു വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡായിരുന്നു. ഈ മിഡ്ഫീൽഡേഴ്സ് തന്നെ പലപ്പോഴും അറ്റാക്കേഴ്സായിട്ടും സ്പെയിനിന് വേണ്ടിയിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഫൈനലിൽ പോലും 6 മിഡ്ഫീൽഡ് 2012 ഇറ്റലിയായിട്ട് കളിച്ച യൂറോ ഫൈനലിലാണെന്ന് തോന്നുന്നു 6 മിഡ്ഫീൽഡേഴ്സിനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു മത്സരമുണ്ട്. അറ്റാക്കേഴ്സ് ഒരാൾ പോലും ഇല്ലാതെ കളിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ കളിക്കാനൊരു കാലം ഉണ്ടായിരുന്നു സ്പെയിന്. പിന്നീട് മാറി വന്നപ്പോൾ വന്ന സ്ട്രൈക്കേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ മൊറാട്ട ആയിരുന്നു, പിന്നെ കുറേ ഒയർസബാൽ കളിക്കുന്നു, ഇടയ്ക്ക് ഫെറാൻ ടോറസിനെ കളിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സ്ട്രൈക്കർ ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് എന്നുള്ളത്. പക്ഷേ ഒയർസബാലിലെ കഴിഞ്ഞ യൂറോ കപ്പിലെ ഒരു റൺ നമുക്ക് എടുത്ത് നോക്കാം. യൂറോ കപ്പിലെ ആൾ സ്പെയിനിന് വേണ്ട രീതിക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ട്. യൂറോ കപ്പിലെ വിന്നിംഗ് ഗോൾ ആളുടെ കാലിൽ നിന്നാണ്. അവസാനം കളിച്ച ഈ ഒരു മത്സരം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവസാനം കളിച്ച 6 മത്സരങ്ങളിൽ ആൾ സ്കോർ ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പം ഒയർസബാലിന് വേണ്ട രീതിയിൽ ബോളുകൾ എത്തുന്നുണ്ടെങ്കിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ പ്ലെയറാണ്. ഒരു സ്ട്രൈക്കർ എന്നതിലപ്പുറത്തേക്ക് ആ ഒരു പൊസിഷൻ, ആ ഒരു 11th മാനായിട്ട് അവിടെ ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ ആ ഒരു ഉണ്ടാവുന്ന ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഒയർസബാൽ. പക്ഷേ ഒയർസബാലിൽ ഇന്നലെ കാര്യമായിട്ട് ബോളുകൾ എത്തിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് സ്ട്രൈക്കറിലേക്ക് ബോൾ എത്തുന്ന സ്ട്രൈക്കർ ഒരിക്കലും പലപ്പോഴും എന്ത് ചെയ്യില്ല, വന്ന് റിസീവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്ലോ ബിൽഡപ്പിൽ പാർട്ട്ണർ ആവുക എന്നുള്ളത് നടക്കുന്നില്ല. അപ്പം ബിൽഡപ്പിലേക്ക് ആളിലേക്ക് ബോൾ എത്തുക, ബിൽഡപ്പിൻ്റെ ഭാഗമായി ആളിലേക്ക് ബോൾ എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് കടമ. അപ്പോൾ ആ ബോൾ എത്തിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എത്തിക്കാൻ ശ്രമിച്ചെടുത്ത് ക്യാപ് വെർഡെ അത് ഡിഫെൻഡ് ചെയ്തു എന്നുള്ള നമുക്കറിയാം. ക്യാപ് വെർഡെ എങ്ങനെയായിരുന്നു ഡിഫെൻഡ് ചെയ്തതെന്നുള്ളത്. ബോക്സിൽ 6-7 പ്ലേയേഴ്സൊക്കെയാണ് ഒരേ ടൈമിൽ ഉണ്ടാവുക. സ്പെയിൻ്റെ 10 പ്ലേയേഴ്സും അറ്റാക്കിന് പോകുമ്പോഴും അതേപോലെ തന്നെ 10 പ്ലേയേഴ്സിനെ വെച്ച് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ക്യാപ് വെർഡെ അടുത്ത്. അപ്പം ആൾ 30 മിനിറ്റിൽ ബോൾ തൊട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതൊരു ഒരു പേഴ്സണലി ഒരു സ്ട്രൈക്കറെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു മോശം സ്റ്റാറ്റ്സ് ആണ്. നമ്മൾ കണക്കുകളൊക്കെ 1966 ശേഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ന്യൂസ് കാർഡും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആളിലേക്ക് ആ ഒരു അത്തരത്തിലൊരു രീതിയിലുള്ള ഡിഫെൻഡിങ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കോമ്പാക്ട് ഡിഫെൻഡിങ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല. അത് ഇത്രയും 10 പ്ലേയേഴ്സിനെയും വെച്ച് ഒരു വേൾഡ് കപ്പിൻ്റെ സ്റ്റേജിൽ ഒരു ടീമും ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു ബിഗ് ടീമിനെ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടില്ല. ഒയർസബാൽ എന്നൊരു പ്ലെയറിൻ്റെ ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. ആളിലേക്ക് ബോൾ ഡെലിവർ ചെയ്യാൻ ബാക്കി പ്ലേയേഴ്സ് പ്രയാസപ്പെട്ടു, അല്ലെങ്കിൽ അതിൽ അവർ വിജയിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ മിഡ്ഫീൽഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? മിഡ്ഫീൽഡിൽ മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ തന്നെയായിരിക്കും തുടർന്നും പരീക്ഷിക്കാനുള്ള സാധ്യത. അപ്പം റോഡ്രി, പെഡ്രി, ഫാബിയാൻ റൂയിസ് ഈ ഒരു കോമ്പിനേഷൻ, ഇതുപോലത്തെ ഒരു കോമ്പിനേഷൻ അവർ യൂറോ 2024 ഒക്കെ അത് കാഴ്ചവെച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ എനിക്ക് ഒരു വിന്നിങ് കോമ്പിനേഷൻ കൊണ്ടുവരണം. അതായത് ഈ ഒരു കോമ്പിനേഷനിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു ക്ലബ് സീസൺ കഴിഞ്ഞിട്ടാണ് പലരും വരുന്നത്. ഇപ്പം പെഡ്രി ആയാലും നമുക്കറിയാം ബാർസയുടെ ഒരു മെയിൻ മാൻ ആയിരുന്നു. ഡിയോങ് ഒക്കെ പോകുമ്പോൾ പലപ്പോഴും പല പൊസിഷനിലും മിഡ്ഫീൽഡിലെ എല്ലാ പൊസിഷനിലും മാറി മാറി കളിച്ചൊരു പ്ലെയറാണ് പെഡ്രി. അപ്പുറത്ത് റോഡ്രി ആയാലും ശരി, റോഡ്രി പരിക്കൊക്കെ മാറി സിറ്റിയിലേക്ക് വരുമ്പോൾ സിറ്റിയുടെ മെയിൻ മാനായിട്ട് കളിക്കുന്നു. അതുപോലെ തന്നെ ഫാബിയാൻ റൂയിസ് PSG ഈ ഒരു റണ്ണിൽ നമ്മൾ വിറ്റീനിയുടെയും ജാവനോസിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ തന്നെ പറയേണ്ട, അല്ലെങ്കിൽ ആ പേരുകൾ എടുത്തു പറയുന്നത് കൊണ്ട് മറന്നു പോകുന്നൊരു പേരാണ് ഫാബിയാൻ റൂയിസൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഇവരൊക്കെ ഭയങ്കര ഒരു ക്ലബ് സീസണൊക്കെ കഴിഞ്ഞ് വരികയാണ്. 3 ആളും കളിക്കുന്നത് 3 ടൈപ്പ് ഓഫ് ലീഗുകളിലാണ്, 3 ടൈപ്പ് ഓഫ് പരിശീലകർ കണ്ടുള്ള 3 ടാറ്റിക്സിലാണ്. അപ്പോൾ ഒരു വലിയ ക്ലബ് സീസൺ ഒരു വേറെ തന്നെ ടാറ്റിക്സിൽ കളിച്ച്, അല്ലെങ്കിൽ വേറെ തന്നെ ടൈപ്പ് ഓഫ് മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെ കളിച്ച് അവർ തിരിച്ച് ഒരു ലീഗിൽ ഒരു ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ ഇത് സെറ്റ് ആവാനൊരു ടൈം എടുക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാം, ലാഫോനിൻ്റെ ടാറ്റിക്സ് ഒരിക്കലും ടിക്കി ടാക്ക അല്ല. ആൾക്ക് പാസിംഗ് ഗെയിം അല്ല ആൾക്ക് താല്പര്യം, ആൾക്ക് അറ്റാക്കാണ്. അറ്റാക്ക് എന്നുള്ള രീതി മാത്രമാണ് ലാഫോൻ്റെ ചെയ്യുന്നത്. പക്ഷേ അതിനുള്ളൊരു അവസരം ഈ ഒരു മത്സരത്തിൽ ഇല്ലായിരുന്നു. അതായത് അത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിഫൻസ്, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് ലോ ബ്ലോക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ഡിഫൻസ് ആയിരുന്നു. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മിഡ്ഫീൽഡിൽ പാസിംഗ് ഗെയിം ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം 760ഓളം പാസ്സാണ് ഈ ഒരു മത്സരത്തിൽ ചെയ്ത്. 1000 പാസ് അടിക്കുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു ട്രോളായിരുന്നു. മുമ്പത്തെ ഒരു 2022 എൻട്രിക്കേൻ്റെ കാലഘട്ടത്തിൽ ആ ട്രോള് വീണ്ടും പൊന്തി വന്നൊരു സമയമാണിത്, 1000 പാസ് തയ്ക്കുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള കാരണം, അതായത് അവർക്ക് അവരുടെ ടാറ്റിക്സ് ടോട്ടലി ഉടച്ചു വറക്കേണ്ടി വന്നു. അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ കഴിയാതെ സ്ലോലി ബിൽഡ് ചെയ്ത്, നമുക്കറിയാം ബോക്സിൻ്റെ ഉള്ളിൽ പോലും പാസ് ചെയ്തിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു സ്പെയിൻ നടത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മിഡ്ഫീൽഡേഴ്സ് പരുവപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരം വിലയിരുത്തിയിട്ട് ഈ ഒരു കോമ്പിനേഷൻ മാറ്റേണ്ടതില്ല എന്നാണ് ബേസിക്കലി മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു വിന്നിങ് കോമ്പിനേഷൻ ആണ്. അവർക്കൊരു സമയം കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഒന്ന് സെറ്റ് ആവാനുള്ളൊരു ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്. ആൻഡ് ഈ നമ്മൾ പറഞ്ഞില്ലേ സ്പെയിൻ്റെ പെർഫോമൻസിൽ ഇപ്പോൾ സാറിന് ഇപ്പോൾ ഒരു പ്ലെയർ വന്നിട്ടുണ്ടാവും, ആൾ ഭയങ്കര മോശമായിരുന്നു എന്നുള്ളതൊക്കെ തോന്നിയിട്ടുണ്ടാവും ഇന്നലത്തെ ഒരു മാച്ചിൽ. അങ്ങനെ സ്പെയിൻ്റെ ഒരു പ്ലെയർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടി റെഡിയാക്കേണ്ടതുണ്ട് എന്ന് തോന്നിയൊരു പ്ലെയർ ആരായിരിക്കും?
സ്പെയിൻ്റെ പെർഫോമൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്കേഴ്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല. അതിൽ ഈ പറഞ്ഞ ഒരു ഫാക്ടറും കൂടി ഉണ്ട്. അവരിലേക്ക് ബോൾ സപ്ലൈ വരാത്ത ഒരു പ്രശ്നം കൂടിയുണ്ട്. പക്ഷേ എങ്കിലും ഫെറാൻ ടോറസ് കുറച്ചും കൂടി നന്നായിട്ട് കളിക്കേണ്ടിയിരുന്നു എന്ന് തോന്നി ആ ഒരു പൊസിഷനിൽ. അതുപോലെ തന്നെ ഫെറാൻ ടോറസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും ഒരുപാട് സമയമെടുത്തു. 80 മിനിറ്റ് വരെ ആൾ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടി നേരത്തെ നടത്താമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് ഫെറാൻ ടോറസിൻ്റെ കാര്യം നോക്കുകയാണ്. അതുപോലെ തന്നെ ഒരിസബാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതും ഈ പറഞ്ഞ ഒരു ലാക്ക് ഓഫ് സർവീസ് എന്നുള്ള ഒരു ഫാക്ടറും കൂടി ഉണ്ട്. ആ രണ്ട് പ്ലേയേഴ്സാണ് കുറച്ചും കൂടി നമ്മളൊന്ന് കൂടുതൽ നിരാശപ്പെടുത്തിയെന്ന് പറയാൻ ഒന്ന് ഫെറാൻ ടോറസും ഒരിസബാലുമാണ്. ലഫീവൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ നേരത്തെ കണ്ട് ശീലിച്ച സ്പെയിൻ എന്ന് പറയുന്നത് പൊസഷൻ കീപ്പ് ചെയ്ത് ഒരു പാസിംഗ് ഗെയിമാണ്. പക്ഷേ കുറച്ചുകൂടി ഫിയോൻ്റെ യൂറോ കപ്പിലൊക്കെ കണ്ടിട്ടുള്ള നമ്മൾ കുറച്ചും കൂടി ഒരു ഡയറക്റ്റ് ഫുട്ബോളാണ്, ഒരു വെർട്ടിക്കൽ പ്രോഗ്രഷൻ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കോച്ചാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു എല്ലാവരും ഈ പറഞ്ഞ ഒരു ക്ലബ് സീസണൊക്കെ കഴിഞ്ഞ് വന്ന് ടീം പ്ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സിങ്കായി ടാക്ടിക്സ് ഒക്കെ അഡാപ്റ്റ് ആകുമ്പോഴേക്കും ആ ഒരു കാര്യം ഇമ്പ്രൂവ് ആയി വരേണ്ടതാണ്. യെസ്. അപ്പോൾ ഫസീന് ഇതേപോലെ ഏതെങ്കിലും ഒരു പ്ലെയറുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹം അത് മാറ്റണം, ടീമിൽ നിന്ന് ഇറങ്ങണം എന്ന് തോന്നിയ ഒരു പ്ലെയർ ആയിരിക്കും. ടീമിൽ നിന്ന് ഇറങ്ങണം മാറ്റണം എന്നുള്ളതല്ല, അതിലപ്പുറത്തേക്ക് ഗാവി എന്നുള്ള പ്ലെയറിനെ ഈ ലെവലിൽ പരീക്ഷിച്ചത് അതൊരു പരീക്ഷണമായിരുന്നു. ഒരു കണ്ണേർ എന്ന് പറയില്ല, ജസ്റ്റ് ട്രയൽ പോലെയാണ്. കാരണം ഗാവി എന്നുള്ള പ്ലെയർ ഒരു ലോങ് ഗ്യാപ്പ് എടുത്തിട്ടാണ് നാഷണൽ ടീമിലേക്ക് തിരിച്ചു വരുന്നത്. നമുക്കറിയാം ലാഫുവൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ ആയിരുന്നു, അല്ലെങ്കിൽ സ്പെയിനിൽ വരുന്ന പരിശീലകർക്കൊക്കെ ഗാവി ഒരു ഫേവറേറ്റാണ്. കാരണം ഗാവി ടീമിന് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഒരു 100% ഇടേണ്ട മത്സരത്തിൽ 110% ഇട്ട് ഒരു സ്വന്തം ബോഡി പോലും പരിഗണിക്കാതെ, സ്വന്തം ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാതെ അങ്ങനെ ഒരു എഫേർട്ട് ഇടുന്ന പ്ലെയറാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലെയർ സ്ക്വാഡിൽ ഉണ്ടാവില്ല നിർബന്ധമാണ്. പക്ഷേ ആ ഒരു പ്ലെയർ കംപ്ലീറ്റ്ലി ഫിറ്റാണോ എന്നൊക്കെ ആ ഒരു രീതിയിൽ ആ ഒരു പരീക്ഷിക്കുന്ന പൊസിഷനിൽ ആൾ കറക്റ്റാണോ എന്ന് പരീക്ഷിക്കാതെ ഒരു ട്രയൽ നടത്തിയതാണ്. അപ്പോൾ ഗാവിയുടെ പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചത്. നന്നായി കളിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആ പ്രതീക്ഷക്കൊത്ത് വരാതെ വന്നത് ഗാവിയുടെ പെർഫോമൻസ് ആയിരുന്നു. ഗാവിക്ക് പകരം പരീക്ഷിക്കാൻ ഒരുപാട് വിങ്ങേഴ്സ് ആളുടെ പക്ഷത്തുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ട്രൈ അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാമായിരുന്നു കുറച്ച് നേരത്തെ. നമ്മൾ പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ചുകൂടി നേരത്തെ ആക്കിയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ സ്പെയിൻ ഉണ്ടാവില്ല. കുറച്ചുകൂടി ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 35-40 മിനിറ്റ് പുതിയ ഫ്രഷ് ലെഗ്സിനെ വെച്ച് കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു റിസൾട്ട് ആയിരിക്കില്ല മത്സരത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. ലാമിൻ യമാലിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിൾ ടീം, ആ ഒരു എക്സ് ഫാക്ടർ, സാറ് പറഞ്ഞ പോലെ എക്സ് ഫാക്ടർ സംഭവമൊക്കെ ആദ്യം വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു കാഗ്ബറി ഡിസിപ്ലിനെ നമുക്ക് ആദ്യം തന്നെ തകർക്കാൻ, സ്പെയിനിനെ ആദ്യം തന്നെ തകർക്കാൻ പറ്റിയേനെ. സോ അതേപോലെ തന്നെ ഇനിയുള്ള മത്സരങ്ങൾ, ഇപ്പോൾ സൗദി ആയാലും, ഇപ്പോൾ സൗദി ഉറുഗ്വേ മാച്ച് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവർ കളിക്കുന്ന ഇതേപോലൊരു കോമ്പാക്ട് ഡിഫെൻസായിട്ട് ഫുൾ ബാക്ക് എന്നിട്ട് അവരുടെ ഗോൾ കീപ്പറുണ്ട്, ഒരു 9 സേവ്സ് അങ്ങനെ നടത്തിയിട്ടുണ്ട് യുറുഗ്വേയായിട്ട് മാച്ചിൽ സൗദിയുടെ ഗോൾ കീപ്പർ. സോ ഇത് ഈ ഒരു അപ്രോച്ച് തന്നെയായിരിക്കില്ല ഇനിയുള്ള ടീമുകളിൽ നിന്നും നമുക്ക് സ്പെയിൻ്റെ എതിർ ടീമുകളിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റുക. നമുക്കറിയാം ഇപ്പോൾ ഈ ഗ്രൂപ്പ് മാച്ചിൽ ഫസ്റ്റ് എല്ലാ ടീമിൻ്റെയും ഓരോ മത്സരങ്ങൾ കഴിയുമ്പം എല്ലാ മത്സരവും ഡ്രോ ആണ്. അപ്പോൾ അതായത് 4 ടീമിനും ഇപ്പോഴും ഈക്വൽ ചാൻസ്. നമ്മൾ എങ്ങനെയാണോ വേൾഡ് കപ്പ് തുടങ്ങുന്നത് 0-ൽ സ്റ്റാർട്ട് ചെയ്യും പോലെ തന്നെയാണ് ഈ 1 പോയിന്റ്സിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. 2 മാച്ചേ ഉള്ളൂ എന്നുള്ളൂ. പിന്നെയുള്ള 2 മാച്ചേ ഉള്ളൂ. എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഒരു ഡു ഓർ ഡൈ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് മത്സരത്തിൽ എല്ലാ ടീമും റിസർവായി കളിച്ച പോലെ, അതിൽ കുറച്ചൊരു ഡിഫൻസീവ് ഓറിയൻറ്റഡ് കളിച്ച പോലെ സൗദിയോ ഉറുഗ്വയോ കളിക്കാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ സൗദിയൊക്കെ അടുത്ത മത്സരം ജയിക്കും. സൗദി മത്സരശേഷം സൗദിൻ്റെ പ്ലെയർ പറഞ്ഞത് അതാണ്, അടുത്ത മത്സരം ജയിച്ച് 3 പോയിന്റ് നേടി അടുത്ത റൗണ്ട് ഉറപ്പിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ്. അതായത് അവർ ഈ ഒരു മത്സരത്തിൽ കളിച്ച പോലെ ഒരു ഡിഫൻസീവ് ഓറിയൻറ്റഡ് ഒരു റിസർവായിട്ട് കളിക്കുന്ന കളിയായിരിക്കില്ല അടുത്ത മത്സരത്തിൽ. സ്വാഭാവികമായിട്ടും അറ്റാക്ക് ചെയ്യാൻ വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ്, കേപ്പ് വെർഡെ അറ്റാക്ക് ചെയ്യാൻ എപ്പോഴെങ്കിലും ഒരു മൊമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ വലിയൊരു സ്പേസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അവരുടെ ഡിഫൻസീവ് സൈഡിലും മിഡ്ഫീൽഡിലൊക്കെ വലിയൊരു സ്പേസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതൊരു നോട്ടം അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, സ്പെയിനിന് എടുക്കാൻ പറ്റും. കാരണം സ്പെയിനിൻ്റെ മിഡ്ഫീൽഡേഴ്സ് നല്ല ത്രൂ പാസസ് കൊടുക്കാൻ പറ്റിയ പ്ലെയേഴ്സാണ്. അപ്പോൾ എത്തരത്തിലൊരു സ്പേസ് ജനറേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ നല്ലൊരു ത്രൂ പാസ് ക്രിയേറ്റ് ചെയ്യും, വിങ്ങേഴ്സിനെ യൂട്ടിലൈസ് ചെയ്ത് അതൊരു ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മിഡ്ഫീൽഡേഴ്സ് തന്നെ ഷോട്ട് ടേക്കേഴ്സാണ്, നന്നായി കിക്ക് എടുക്കുന്ന, നന്നായി ബോൾ ബെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ ഇവരുടെ ഷോട്ടുകൾ വരാനും സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു മത്സരം ഫസ്റ്റ് മത്സരം വെച്ചിട്ട് ഉറുഗ്വേ ഈ ഒരു രീതിയിലായിരിക്കും കളിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. സൗദി ഈ ഒരു രീതിയിലായിരിക്കും കളിക്കാൻ പറ്റുക. കാരണം ഈക്വൽ ചാൻസസ് ആണ്. 3ാം സ്ഥാനക്കാർ പോലും കയറുമെന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കും. കാരണം ഗോൾ അടിക്കണം. കാരണം ഓപ്പണൻസ് വരിക ആരാന്നുള്ള ഏതാണ്ട് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അതായത് ഞങ്ങൾ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താൽ ഇന്ന ടീമായിരിക്കും ഞങ്ങൾക്ക് വരിക, സെക്കൻഡ് ഫിനിഷ്. അപ്പം എല്ലാ ടീമും അതിനനുസരിച്ച് ഒരുങ്ങും. അപ്പോൾ ടേബിൾ ടോപ്പേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ പോകണം, അപ്പോൾ ആ ഒരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എടുത്ത രീതി, ഇപ്പോൾ സൗദി കളിച്ച രീതി ആയിരിക്കില്ല, ഇപ്പോൾ ഉറുഗ്വേ കളിച്ച രീതി ആയിരിക്കില്ല, ഇപ്പോൾ സ്പെയിനോ കേപ്പ് വെർഡെ നമുക്ക് മാറ്റി നിർത്താം.
ഈ 3 ടീമുകൾ ഇപ്പോൾ കളിച്ച രീതിയിലോ ടാക്ടിക്സിലോ ആയിരിക്കില്ല അടുത്ത മത്സരങ്ങളെ നേരിടുക. ക്യാപ് വെർഡെ ഒരു പക്ഷേ ഈ രീതി തന്നെ ആയിരിക്കും. കാരണം ക്യാപ് വെർഡെക്ക് അറ്റ്ലാസ്റ്റ് പോയിന്റുകൾ നേടുക എന്നുള്ളതിലപ്പുറത്തേക്ക് നന്നായി കളിക്കുക, സ്വന്തം നാടിന് അഭിമാനം കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ മുന്നിലുള്ള ടാർഗറ്റ്. ഈ ഒരു മാച്ചോട് കൂടി തന്നെ അവരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത മത്സരത്തിൽ അവർ ഇതിനേക്കാൾ നന്നായി പെർഫോം ചെയ്യുക, ഈ മത്സരത്തേക്കാൾ നന്നായി പെർഫോം ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമായിരിക്കും ഇറങ്ങുക. യെസ്. അപ്പോൾ കേപ്പ് വെർഡേക്ക് ഒരു ലോകകപ്പ് നേടിയൊരു പ്രതീതി ആയിരിക്കും ഇന്നലത്തെ ഒരു സമനില. ആൻഡ് സ്പെയിന് അടുത്തുള്ള മത്സരങ്ങളിൽ ഇനി ഇമ്പ്രൂവ് ചെയ്യുമെന്ന് വിചാരിക്കുക. ആൻഡ് നിക്കോ വില്യംസ് യമാൽ വരാനിരിക്കുന്നുള്ളൂ ഫസ്റ്റ് 11. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും സ്പെയിനുണ്ടായിരിക്കും.